സുവിശേഷത്തിൻ ദീപതെളിച്ചം ആത്മാർപ്പണം വചനം സത്യം ജീവദായകം വചനം സത്യം ജീവദായകം വചനം സത്യം ജീവദായകം അധ്വാനിപ്പവർത്തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം അധ്വാനിപ്പവർത്തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം മന്ന മന്ന മന്ന
ഷാലോം ടി വിയിലെ പ്രേക്ഷകനായ എല്ലാവർക്കും പ്രത്യേകിച്ച് ഈ സമയം വലിയ അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ വചനത്തിലെ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 22 മുതലുള്ള തിരുവചന ഭാഗങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുക. ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ. ഒരുവൻ അവനോട് ചോദിച്ചു, കർത്താവേ, രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ? അവൻ അവരോട് പറഞ്ഞു, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാൻ പരിശ്രമിക്കുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, അനേകം പേർ പ്രവേശിക്കുവാൻ ശ്രമിക്കും, എന്നാൽ അവർക്ക് സാധിക്കുകയില്ല. ഈ ഒരു സമയം നമ്മൾ എന്താണ് ഇടുങ്ങിയ വാതിൽ എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുക. എന്താണ് ഇടുങ്ങിയ വാതിൽ എന്ന് പറയുന്നത്? ഇടുങ്ങിയ വാതിൽ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ നമ്മൾ കടന്നു പോകേണ്ട ചില മേഖലകളാണ് ഇടുങ്ങിയ വാതിൽ എന്ന് പറയുന്നത്. വളരെ പ്രായോഗികമായി ചിന്തിച്ചാൽ നമ്മുടെ ജീവിതത്തിലുള്ള അനുദിനം നമ്മൾ നേരിടുന്ന പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും നമുക്ക് ഇടുങ്ങിയ വഴിയായിട്ട്, ഇടുങ്ങിയ വാതിലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഇന്നത്തെ ലോകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, പലപ്പോഴും ഈ ഇടുങ്ങിയ അവസ്ഥയിലൂടെ കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കാത്തവരാണ്. എപ്പോഴും വളരെ സുഗമമായി ഏറ്റവും സന്തോഷത്തോടു കൂടെ കടന്നു പോകാനായിട്ടാണ് എല്ലാവരും ആഗ്രഹിക്കുക. ആരും ഇടുങ്ങിയ വഴി ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്നാൽ നമുക്ക് കർത്താവ് കാണിച്ചു തരുന്ന വഴി എന്ന് പറയുന്നത് ഈ ഇടുങ്ങിയ വഴിയാണ്. ഞാൻ ഒരിക്കൽ കുട്ടികൾക്ക് ക്യാമ്പ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടികളോട് ടോം എന്ന് പറയുന്ന ഒരു പയ്യനോട് ചോദിച്ചു, ടോമേ, നിനക്ക് ആരാകാനാണ് ആഗ്രഹമെന്ന്. അപ്പോൾ ടോം അവൻ്റെ സ്വപ്നങ്ങളൊക്കെ ആ സമയത്ത് ഞങ്ങളോട് പങ്കുവച്ചു. അവൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനാണ്. അവൻ പറഞ്ഞത്, എനിക്ക് നല്ലൊരു ശാസ്ത്രജ്ഞനായി മാറണം, അതോടൊപ്പം തന്നെ വലിയ മുന്തിയ കാറുകൾ മേടിക്കണം, വലിയ ഒരു കൊട്ടാരം കെട്ടണം. അതൊക്കെ അവൻ്റെ സ്വപ്നങ്ങളായിട്ട് അവൻ പങ്കുവയ്ക്കുകയുണ്ടായി. അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന സാറ എന്ന് പറയുന്ന 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു മിടുക്കിയുണ്ട്. ഞാൻ സാറയോട് ചോദിച്ചു, സാറേ, നിനക്ക് ആരാകാനാണ് ആഗ്രഹമെന്ന്. അപ്പോൾ സാറ പറഞ്ഞ മറുപടി എന്നെ ഒരുപാട് ചിന്തിച്ചു. അവൾ പറഞ്ഞത് ഇപ്രകാരമാണ്, എനിക്ക് ടോമിൻ്റെ ഭാര്യയായി ജീവിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. എനിക്ക് ടോമിൻ്റെ ഭാര്യയായി ജീവിച്ചാൽ മതിയെന്ന്. ഞാൻ ചോദിച്ചു, സാറേ, എന്തുകൊണ്ടാണ് നീയെ ടോമിൻ്റെ ഭാര്യയായി ജീവിച്ചാൽ മതിയെന്ന് പറഞ്ഞത്? അപ്പോൾ സാറ പറഞ്ഞത് ഇപ്രകാരമാണ്, ടോം ആഗ്രഹിച്ചതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. വലിയ ഒരു കൊട്ടാരം വേണം, അതിൽ ജീവിക്കണം. അതുപോലെ തന്നെ വലിയ മുന്തിയ കാറുകൾ വേണം, അതിലൊക്കെ യാത്ര ചെയ്യണം. ടോം പറഞ്ഞതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഞാൻ ഒരുപാട് എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷേ എനിക്ക് അതൊന്നും നേടാൻ സാധിച്ചു എന്ന് വരികയില്ല, പക്ഷേ അതൊക്കെ ടോം നേടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് എനിക്ക് അവൻ്റെ ഭാര്യയായി ജീവിച്ചാൽ മതി എന്നാണ് ആ കൊച്ചു മിടുക്കി പറഞ്ഞത്. സ്നേഹമുള്ളവരെ, ഞാൻ ചിന്തിക്കുകയായിരുന്നു നമ്മുടെ കുഞ്ഞു മക്കളുടെയൊക്കെ ബുദ്ധിശക്തിയൊക്കെ എത്രമാത്രം വളർന്നിരിക്കുന്നു എന്നുള്ളത്. ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാനായിട്ട് ഒരു പക്ഷേ ഇന്ന് ആളുകൾ ആരും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഓരോ കാര്യങ്ങളും ഏറ്റവും എളുപ്പത്തിൽ സാധിക്കാനായിട്ടാണ് എല്ലാവരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് നമുക്ക് നൽകുന്ന പാഠമെന്ന് പറയുന്നത് ഇടുങ്ങിയ വഴിയിലൂടെ പ്രവേശിക്കുവാനായിട്ടാണ്. ഒരുപക്ഷെ ഈശോ പറഞ്ഞുകൊണ്ട് ഈശോ വിശാലമായ വഴി തിരഞ്ഞെടുത്ത വ്യക്തിയല്ല. ഈശോ പറഞ്ഞതുപോലെ അത് തൻ്റെ ജീവിതത്തിലെ പ്രാവർത്തികമാക്കുകയായിരുന്നു. തൻ്റെ ജീവിതത്തിലുടനീളം കല്ലുകളും മുള്ളുകളും നിറഞ്ഞ വഴിയിലൂടെ, ഇടുങ്ങിയ വഴിയിലൂടെ യാത്ര ചെയ്തുകൊണ്ടാണ് ഈശോ ആ വചനങ്ങൾ പറഞ്ഞു വയ്ക്കുക. ഒരുപക്ഷേ നിൻ്റെ ജീവിതത്തിലുള്ള ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിക്കണം, നീ സഹനങ്ങളെ ഏറ്റെടുക്കണമെന്ന് ഒരു മലയിലിരുന്ന് പറഞ്ഞ ആ ക്രിസ്തുവാണ് മറ്റൊരു മലയിലെ നമുക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ടുകൊണ്ട് വലിയ മാതൃകയായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുക. അനേകം നാളുകളായി യഹൂദർ ഒരു രക്ഷകനെ കാത്തിരിക്കുകയായിരുന്നു. തങ്ങളെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കുവാനും തങ്ങളുടേതായ ഒരു രാജ്യം സ്ഥാപിക്കുമെന്നുള്ള ഒരു വലിയ വിശ്വാസം യഹൂദ ജനതയ്ക്കുണ്ടായിരുന്നു. അപ്പോഴാണ് ക്രിസ്തുവിൻ്റെ ജനനം സംഭവിക്കുന്നത്.
എന്നാൽ അവരാഗ്രഹിച്ചതുപോലെയുള്ള ഒരു രാജാവിൻ്റെ പ്രൗഢിയൊന്നും ആ ക്രിസ്തുവിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നില്ല. ഒരു പക്ഷേ ക്രിസ്തുവിൻ്റെ ശിരസിലെ കിരീടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മറിച്ച് ക്രിസ്തുവിൻ്റെ ശിരസിലെ കിരീടം എന്ന് പറയുന്നത് മുൾക്കിരീടമായിരുന്നു. ഈശോയുടെ കയ്യിലെ ഒരിക്കലും ഒരു അധികാര ദണ്ഡുണ്ടായിരുന്നില്ല. മറിച്ച് ക്രിസ്തുവിൻ്റെ കയ്യിലെ അധികാര ദണ്ഡിന് പകരം കുരിശായിരുന്നു. ഒരു പക്ഷേ ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ എന്ന് പറഞ്ഞ ആ ക്രിസ്തു തൻ്റെ ജീവിതത്തിലൂടെ ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിച്ചുകൊണ്ട് നമുക്ക് വലിയ മാതൃകയായി തീർന്നിരിക്കുകയാണ്. തൻ്റെ ജീവിതത്തിൽ എന്താണോ താൻ പറഞ്ഞത് അത് അതേപടി തൻ്റെ ജീവിതത്തിൽ പകർത്തിയ ക്രിസ്തു ആയിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ മാതൃക. അതുകൊണ്ട് ഇടുങ്ങിയ വാതിലെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളാണ് എന്ന് നമ്മൾ മറക്കാതിരിക്കുക. ഒരു പക്ഷേ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിലെ, നമ്മൾ ജീവിക്കുന്ന കുടുംബ സാഹചര്യത്തിലെ നമ്മൾ പലപ്പോഴും ഈ സഹനങ്ങളിലൂടെ, വിട്ടുകൊടുക്കലിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ആ കടന്നു പോകേണ്ട മേഖലകളെയാണ് ഇടുങ്ങിയ വാതിൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുക. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള സഹനങ്ങളെ നമുക്ക് സന്തോഷത്തോടു കൂടെ സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ സഹനങ്ങളെ നമുക്ക് പുണ്യങ്ങളാക്കി മാറ്റാനായിട്ട് സാധിക്കണം. മാർക്കോസിൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിലെ യേശുവും ശിഷ്യന്മാരും കടലിലൂടെ യാത്ര ചെയ്യുന്ന മനോഹരമായിട്ടുള്ളൊരു രംഗമുണ്ട്. സായംകാലത്തിലെ അവരേറ്റവും സന്തോഷത്തോടു കൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വർത്തമാനം പറഞ്ഞുകൊണ്ടുള്ള സുന്ദരമായിട്ടുള്ള യാത്ര. ആ യാത്രക്കിടയിലാണ് പെട്ടെന്ന് കൊടുങ്കാറ്റുണ്ടാകുന്നതും വലിയ തിരമാലകളുണ്ടാകുന്നതും. ഉടനെ തന്നെ ശിഷ്യന്മാരെ അവരുടെ കഴിവിൻ്റെ പരമാവധി ആ വഞ്ചിയെ നേരായ രീതിയിൽ നയിക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ സാധിക്കാതെ വന്നപ്പോൾ അവർ ക്രിസ്തുവിനെ വിളിച്ച് ഉണർത്തുകയാണ്. ക്രിസ്തുവിനോട് പറയുന്നത് മറ്റൊന്നുമല്ല, ഇതാ ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ ഇതൊന്നും കാണുന്നില്ലേ എന്നാണ് അവരെ വിളിച്ചു പറഞ്ഞത്. ഉടനെ തന്നെ ക്രിസ്തു കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ ഇതുപോലെയുള്ള പ്രയാസങ്ങളുടെ നടുവിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി നമ്മൾ നേരിടേണ്ടി വരുന്ന ഇതുപോലെയുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും ദൈവത്തിന് മുമ്പിൽ പരാതിയുമായി പോകാറുണ്ട്. എന്തുകൊണ്ടാണ് ദൈവമേ നീ ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ തരുന്നത്? എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിലെ ഇതുപോലെയുള്ള സഹനങ്ങൾ, പ്രയാസങ്ങളൊക്കെ നീ എൻ്റെ ജീവിതത്തിൽ തരുന്നത്? ഒരുപക്ഷെ ഞാൻ നിൻ്റെ മുൻപിൽ എത്രമാത്രം പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നും പള്ളിയിൽ വരുന്നുണ്ട്, ഒരുപാട് കൂദാശകൾ ഞാൻ സ്വീകരിക്കുന്നുണ്ട്, എന്നിട്ടും എന്തുകൊണ്ടാണ് നീ ഈ എൻ്റെ ജീവിതത്തിലെ ഇതുപോലെയുള്ള സഹനങ്ങൾ, പ്രയാസങ്ങൾ തരുന്നതെന്ന് ആ ശിഷ്യന്മാർ ചോദിച്ചതുപോലെ നമ്മളും ദൈവത്തിനോട് ചോദിക്കാറില്ലേ? അതിനുള്ള ഏറ്റവും വലിയ ഉത്തരം എന്ന് പറയുന്നത് ആർക്കും നമുക്ക് നൽകാൻ പറ്റുന്നതല്ല. മറിച്ച് അതിനുള്ള ഉത്തരം കുരിശിൽ കിടക്കുന്ന ആ ക്രിസ്തു തന്നെയാണ്. ആ കുരിശിൽ കിടക്കുന്ന ക്രിസ്തുവാണ് അതിനുള്ള ഏറ്റവും വലിയ ഉത്തരമെന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ, പ്രയാസങ്ങൾ വരുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഓടി വരാനായിട്ട് സാധിക്കണം. കർത്താവിൻ്റെ കയ്യിൽ നിന്നാണ് നമുക്ക് അതിനുള്ള ഉത്തരം ലഭിക്കുക. കുരിശിൽ കിടക്കുന്ന ക്രിസ്തു നമുക്ക് ഉത്തരം നൽകും എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ തമ്പുരാൻ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുമ്പോൾ നമ്മൾ ഒരുപക്ഷെ ദൈവത്തിനോട് അത്രമാത്രം വിശ്വസ്തയോടുകൂടെ അല്ലെങ്കിൽ അത്രമാത്രം ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്ന് വരികയില്ല. അതിനേക്കാൾ അപ്പുറത്ത് നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ, സഹനങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്തത് സംഭവിക്കുമ്പോഴാണ് നമ്മൾ തമ്പുരാനോട് കൂടുതൽ അടുക്കുക, കൂടുതൽ പ്രാർത്ഥിക്കുക. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധാത്മാക്കൾ അപ്രകാരം പ്രാർത്ഥിച്ചത്, നീ സഹനങ്ങൾ തരിക, ഞാൻ നിന്നിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ നീ സഹനങ്ങൾ തരിക എന്ന്. അതുകൊണ്ട് നമ്മുടെ ഇടുങ്ങിയ വാതിലെന്ന് പറയുന്ന ഈ അനുഭവത്തിലൂടെ നമ്മൾ ഓരോരുത്തരും കടന്നു പോകേണ്ടതാണ്. ഈശോയ്ക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിച്ച, സുവിശേഷം പ്രസംഗിച്ച വിശുദ്ധ പൗലോസ്ലീഹായുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹ ഈശോയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതം മുഴുവൻ മാറ്റിവെച്ച ഒരു വലിയ വ്യക്തിയാണ്. വിശുദ്ധ പൗലോസ്ലീഹ ഈശോയുടെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട്, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഒരു മുള്ളുണ്ട്. എന്താണ് ആ മുള്ള് എന്ന് പലപ്പോഴും അത് വ്യാഖ്യാനിച്ച് തരപ്പെടുത്താവുന്നതല്ല. എന്താണ് എന്ന് ബൈബിൾ പണ്ഡിതന്മാർ പോലും പറയുന്നില്ല. ഒരുപക്ഷെ അവൻ്റെ ജീവിതത്തിലുള്ള തഴക്ക ദോഷങ്ങളായിരിക്കാം, ഒരുപക്ഷെ അവൻ്റെ ജീവിതത്തിലുള്ള എന്തെങ്കിലും രോഗങ്ങളായിരിക്കാം എന്നൊക്കെയാണ് ആ മുള്ളിനെ കുറിച്ച് പറയുക.
എന്നാൽ വിശുദ്ധ പൗലോസ്ലീഹ അത് തമ്പുരാൻ്റെ അടുത്ത് ചെന്ന് എൻ്റെ ജീവിതത്തിലുള്ള ഈ മുള്ളിനെ നീ മാറ്റിക്കളയണമെന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്ന മറുപടി ഇപ്രകാരമാണ്. ആ മുള്ളെടുത്ത് പൗലോസ്ലീഹായുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുകയല്ല ചെയ്തത്, മറിച്ച് നിനക്ക് എൻ്റെ കൃപ മതി എന്നാണ് പറഞ്ഞത്. നിനക്ക് എൻ്റെ കൃപ മതി. നിൻ്റെ ജീവിതത്തിലെ സഹനങ്ങളുണ്ടായിരിക്കാം, പ്രയാസങ്ങളുണ്ടായിരിക്കാം, ഒരുപാട് ബുദ്ധിമുട്ടുള്ള സഹനങ്ങളിലൂടെയൊക്കെ ഇടുങ്ങിയ വാതിലിലൂടെ അനുഭവത്തിലൂടെയൊക്കെ നീ കടന്നു പോയിട്ടുണ്ടായിരിക്കാം. പക്ഷേ അവിടെയൊക്കെ നിനക്ക് എന്താണ് വേണ്ടത്? നിനക്ക് എൻ്റെ കൃപ ഒന്ന് മാത്രം മതി എന്നാണ് കർത്താവ് നമ്മളോട് പറയുക. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളെ നമുക്ക് പുണ്യങ്ങളാക്കി മാറ്റാനായിട്ട് സാധിക്കണം. നമ്മുടെ ജീവിതത്തിലുള്ള സഹനങ്ങളൊക്കെ വളരെ നിസ്സാരമാണെന്ന് കരുതണം. ഒരുപക്ഷേ ഞാൻ അനുഭവിക്കുന്ന ഈ സഹനങ്ങളെക്കാൾ അപ്പുറത്ത് എൻ്റെ ചുറ്റുമുള്ള പലരും അതിനേക്കാൾ വലിയ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ദൈവത്തെ മറന്നുകൊണ്ടല്ല ജീവിക്കുന്നത്, ദൈവത്തിനോട് ചേർന്ന് നിന്നുകൊണ്ടാണ് ജീവിക്കുന്നതെന്ന് നമ്മൾ മറക്കരുത്. ഞാൻ ഓർക്കുകയാണ്, ഞങ്ങൾ ഒരിക്കലേ ഇതുപോലെയുള്ള ഒരു പീസ് ഹോം എന്ന് പറയുന്ന അത്താണിക്കടുത്ത് ഉള്ള ഒരു സ്ഥലത്ത് അവിടെ സന്ദർശിക്കാനായിട്ട് പോയപ്പോൾ അവിടെ ജോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കണ്ടതോർക്കുകയാണ്. ജോസ് എന്ന് പറയുന്ന വ്യക്തി തമ്പുരാൻ ഒരുപാട് അനുഗ്രഹങ്ങൾ അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. എന്തെന്നില്ലാത്ത ഒരു ഓർമ്മശക്തിയൊക്കെ അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. ആര് ചെന്ന് പരിചയപ്പെട്ടാലും പിന്നീട് അദ്ദേഹം അത് മറക്കുകയില്ല. എന്നാൽ അദ്ദേഹത്തിന് കുറവുകളുണ്ട് ജീവിതത്തിൽ. ഒരിക്കലും അദ്ദേഹം ഈ ലോകത്തെ കാണാത്ത വ്യക്തിയാണ്. ഒരിക്കലും അദ്ദേഹം ആ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് നടക്കാത്ത വ്യക്തിയാണ്. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ജോസേട്ടനോട് പറഞ്ഞു, ജോസേട്ടാ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടാൻ പറ്റുമെന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ ജോസേട്ടൻ വളരെ സന്തോഷത്തോടു കൂടെ ഉടനെ തന്നെ ഒരു പാട്ട് പാടി. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ എന്ന് പറയുന്ന ഗാനമാണ് അദ്ദേഹം ആലപിച്ചത്. ഒരുപക്ഷെ നമ്മളൊക്കെ ഒരുപാട് പ്രാവശ്യം പ്രാർത്ഥിച്ച് ധ്യാനിച്ച് പാടിയിട്ടുള്ള ഒരു ഗാനമായിരുന്നത്. എന്നാൽ ആ പാട്ട് ജോസേട്ടൻ പാടിയപ്പോൾ എൻ്റെ കൂടെ നിന്നിരുന്നവരെ പലരും കണ്ണ് തുടയ്ക്കുന്നത് കാണാനായിട്ടിടയായിത്തീരുന്നു. കാരണം മറ്റൊന്നുമല്ല, ഈ ലോകത്തെ ഒരിക്കൽ പോലും കാണാത്ത, ഒരിക്കൽ പോലും കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് നടക്കാത്ത ആ ജോസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ എന്ന് പറയുന്ന ഗാനം ആലപിച്ചത്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുക. തമ്പുരാൻ നമ്മുടെ ജീവിതത്തിലെ എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് നൽകിയിരിക്കുക. നല്ല കുടുംബ സാഹചര്യങ്ങൾ, നല്ല ആരോഗ്യം, ഒരുപാട് നല്ല സുഹൃത്തുക്കൾ, നല്ല മാതാപിതാക്കൾ, അങ്ങനെ പോകുന്നു നമ്മുടെ അനുഗ്രഹത്തിൻ്റെ ഒരു നിര തന്നെ. എങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കൊച്ചു പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഉടനെ തന്നെ നമ്മൾ തമ്പുരാൻ്റെ മുമ്പിൽ പരാതിയുമായിട്ടാണ് കടന്നു പോവുക. എന്തുകൊണ്ടാണ് ദൈവമേ നീ ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ തരുന്നതെന്ന് ദൈവത്തിന് മുമ്പിൽ പരാതിയുമായിട്ടാണ് നമ്മൾ കടന്നു പോവുകയാണ്. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, ഞാൻ ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കേണ്ട വ്യക്തിയാണ് എന്ന്. ഇടുങ്ങിയ വാതിലെന്ന് പറയുന്ന അനുഭവത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ അത് സന്തോഷത്തോടുകൂടെ ക്രിസ്തു നടന്നു പോയതുപോലെ നമുക്കും നടക്കാനായിട്ട് സാധിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് സഹനങ്ങളെ പുണ്യങ്ങളാക്കി മാറ്റാനായിട്ട് സാധിക്കണമെന്ന്. സഹനങ്ങൾ എപ്പോഴാണ് പുണ്യങ്ങളാക്കി മാറ്റാനായിട്ട് സാധിക്കുക? നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങളെ സന്തോഷത്തോടു കൂടെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ സഹനങ്ങളെ നമുക്ക് പുണ്യങ്ങളാക്കി മാറ്റാനായിട്ട് സാധിക്കും. സഹനങ്ങളെ പുണ്യങ്ങളാക്കി മാറ്റാനായിട്ട് സാധിക്കണം. കർത്താവിൻ്റെ കുരിശിലെ ഒരു ഭാഗത്താണ് കർത്താവ് കുരിശിൽ തറച്ച് കിടന്നിരിക്കുക. മറ്റൊരു ഭാഗം തീർച്ചയായിട്ടും തമ്പുരാൻ ഒഴിച്ചിട്ടിരിക്കുന്നത് അത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ്. നിൻ്റെ ജീവിതത്തിലെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ മറുഭാഗത്ത് കർത്താവിനെ പോലെ കുരിശിൽ കിടക്കാനായിട്ടാണ് കർത്താവ് മറ്റൊരു ഭാഗം നമുക്ക് വേണ്ടി ഒഴിച്ചിട്ടിരിക്കുക. അതുകൊണ്ട് തമ്പുരാൻ നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥലമുണ്ട്, സഹനത്തിന് സ്ഥലമുണ്ട്, കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു ബോധ്യത്തോടു കൂടെ നമുക്ക് സഹനങ്ങളെ സ്വീകരിക്കാനായിട്ട് സാധിക്കണം. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ, പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കർത്താവിൻ്റെ മുമ്പിലേക്ക് വരാനായിട്ട് സാധിക്കണം. കർത്താവിനാണ് നമ്മുടെ സഹനങ്ങൾക്കുള്ള ഉത്തരം നൽകാനായിട്ട് സാധിക്കുന്ന ഒരു വ്യക്തി. അതുകൊണ്ട് ഓരോ ദിവസവും ഞാൻ ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ മുൻപിൽ കുരിശിൽ തറയ്ക്കപ്പെട്ട് കിടക്കുന്ന ക്രിസ്തുവിനെ നമ്മൾ കാണുന്നുണ്ട്. ഒരു വ്യക്തിയെ നമ്മൾ കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വികാരം നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകും. ഒന്നുകിൽ സന്തോഷത്തിൻ്റേതായിരിക്കാം, അല്ലെങ്കിൽ വൈരാഗ്യത്തിൻ്റേതായിരിക്കാം, അല്ലെങ്കിൽ ദുഃഖത്തിൻ്റേതായിരിക്കാം. ഏതെങ്കിലും ഒരു വികാരത്തിലൂടെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകും എന്നുള്ളതാണ്.
എന്നാൽ ഞാൻ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഓരോ ദിവസവും ആ ക്രൂശിതനെ കാണുമ്പോൾ എന്തുമാത്രം വികാരങ്ങൾ എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നുണ്ട് എന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ക്രിസ്തുവിനെ കാണുമ്പോൾ എനിക്ക് വേണ്ടി സഹിച്ച, എനിക്ക് വേണ്ടി പാടുപീഡകൾ സഹിച്ച ആ ക്രിസ്തുവിൻ്റെ മുൻപിലാണ് ഞാൻ ഇരിക്കുന്നത് എന്നുള്ള ബോധ്യത്തോടു കൂടെ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സഹനങ്ങളൊക്കെ തമ്പുരാൻ്റെ മുമ്പിൽ വെച്ച് നമ്മളൊന്ന് നോക്കുമ്പോൾ അതൊക്കെ വളരെ ചെറുതാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് നമുക്ക് കടന്നു വരാനായിട്ട് സാധിക്കും. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെ നമ്മൾ മാറ്റുരച്ച് നോക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുമ്പോൾ മാത്രമല്ല, മറിച്ച് എൻ്റെ ജീവിതത്തിലെ തകർച്ചകൾ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ അതിനെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നതാണ് എൻ്റെ ഇടുങ്ങിയ ജീവിത ശൈലി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ഇടുങ്ങിയ വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നവരായി തീരുന്നത്. അതുകൊണ്ട് നമ്മുടെ സഹനങ്ങളെ നമുക്ക് സന്തോഷത്തോടു കൂടെ സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. കർത്താവ് നമുക്ക് നൽകുന്ന വലിയ പാഠം അത് തന്നെയാണ്. എന്നെ അനുഗമിക്കുന്നവൻ കുരിശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ എന്നാണ് പറയുക. എന്താണ് ഈ കുരിശ് എന്ന് പറയുന്നത്? നമ്മുടെ അനുദിന ജീവിതത്തിലുള്ള കൊച്ചു കൊച്ചു പ്രയാസങ്ങൾ, കൊച്ചു കൊച്ചു നൊമ്പരങ്ങൾ, അതാണ് നമ്മുടെ കുരിശുകൾ എന്ന് പറയുന്നത്. അത് നമ്മൾ സ്വീകരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടെ കാൽവരി കയറുമ്പോഴാണ് കർത്താവ് നൽകുന്ന ആ ഇടുങ്ങിയ വാതിൽ അനുഭവത്തിലൂടെ നമ്മൾ കടന്ന് രക്ഷ പ്രാപിക്കുന്നവരായി തീരുക. ഇന്നൊരു പക്ഷേ വിശാലമായ ലോകം തിരഞ്ഞെടുക്കുന്നവരാണ് പലരും. എന്നാൽ കർത്താവ് നൽകുന്ന വലിയ പാത എന്ന് പറയുന്നത് ഇടുങ്ങിയ വാതിൽ അനുഭവമാണ്. രക്ഷ പ്രാപിക്കുന്നവരൊക്കെ ഈ ഇടുങ്ങിയ വഴിയിലൂടെ പ്രവേശിച്ചവരാണ്. നമുക്കറിയാം, സഭയുടെ പ്രാരംഭ ദിശയിലൊക്കെ ഒരുപാട് സഹനങ്ങളിലൂടെ കടന്നുപോയവരാ വ്യക്തികൾ. ഒരുപാട് വിശുദ്ധാത്മാക്കളെ സഹനങ്ങളിലൂടെ കടന്നുപോയവരാ. വിശന്ന് വലയുന്ന മൃഗങ്ങൾക്ക് ഭക്ഷണമായി എറിഞ്ഞു കൊടുക്കപ്പെട്ടപ്പോഴും അതുപോലെ തന്നെ തീപ്പന്തങ്ങളായി കത്തിച്ചു നിർത്തിയപ്പോഴും അവരൊക്കെ അത് സന്തോഷത്തോടു കൂടെ സ്വീകരിക്കാനായിട്ട് സാധിച്ചുവെങ്കിലേ അവരൊക്കെ ആ സമയത്ത് കണ്ടത് ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ സഹനങ്ങളായിരുന്നു എന്ന് നമ്മൾ മറക്കരുത്. ആ ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ സഹനങ്ങളെ അവർ മനസ്സിൽ കണ്ടതുകൊണ്ടാണ് അവർക്കതൊക്കെ സഹിക്കാനുള്ള കൃപയും ശക്തിയൊക്കെ അവരുടെ ജീവിതത്തിൽ അവർ നേടിയെടുത്തത്. ഇന്നൊരു പക്ഷേ അവരനുഭവിച്ചതുപോലെയുള്ള പ്രയാസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതായിട്ട് വരികയില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കൊച്ചു കുരിശുകളെ, കൊച്ചു പ്രയാസങ്ങളെ, സഹനങ്ങളെ അത് സന്തോഷത്തോടു കൂടെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ സഹനങ്ങൾക്ക് വലിയ വിലയുണ്ട്. നമ്മുടെ സഹനങ്ങൾ വലിയ പുണ്യങ്ങളായിട്ട് മാറുമെന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ സഹനങ്ങളെ നമുക്ക് പുണ്യങ്ങളാക്കി മാറ്റാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഒരിക്കലും സഹനങ്ങൾ ദൈവം തരുന്ന വലിയ പ്രയാസങ്ങളായിട്ട് കാണാതെ ദൈവത്തിലേക്ക് അടുപ്പിക്കാനുള്ള വലിയ മാർഗങ്ങളാണ് എന്നുള്ള ബോധ്യത്തോടു കൂടെ നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കട്ടെ. കർത്താവ് ഇന്നത്തെ തിരുവചനത്തിലൂടെ നൽകുന്ന ഇടുങ്ങിയ വാതിൽ അനുഭവം നമ്മുടെ ഇടുങ്ങിയ വാതിലിലൂടെ കടന്നു പോകുമ്പോഴും ഇടുങ്ങിയ വാതിലിലൂടെ സഹനങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ കർത്താവ് കടത്തിവിടുമ്പോഴും ആ ഇടുങ്ങിയ വാതിലിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്, അത് തമ്പുരാൻ്റെ രക്ഷ പ്രദാനം ചെയ്യുന്നതാണ്, ശാശ്വതമായ സന്തോഷം നൽകുന്നതാണ് എന്നുള്ള ബോധ്യത്തോടു കൂടെ നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കട്ടെ. ഒരിക്കലും പരാതിപ്പെടാതെ ദൈവത്തിൻ്റെ മുമ്പിൽ നന്ദിയോടുകൂടെ തമ്പുരാൻ തരുന്നതാണ് എല്ലാം എന്ന് മനസ്സിലാക്കി ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. പഴയ നിയമത്തിലെ ജോബ് നമുക്കെന്നും വലിയ മാതൃകയാകട്ടെ. തൻ്റെ ജീവിതത്തിലെ എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും തൻ്റെ മക്കളും സമ്പത്തും സ്ഥാനമാനങ്ങളൊക്കെ നഷ്ടപ്പെട്ടപ്പോഴും ജോബ് പറഞ്ഞ ഒറ്റ വാചകമുണ്ട്: ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്ന്. നമ്മുടെ ജീവിതത്തിലെ ആ ജോബിനെ പോലെ പറയാൻ നമുക്കും സാധിക്കട്ടെ. എല്ലാം ദൈവത്തിൻ്റെ വലിയ ദാനമാണ്. ദാനമായിട്ടല്ലാതെ ഒന്നും എൻ്റെ ജീവിതത്തിലില്ല. അതുകൊണ്ട് ദൈവം തരുന്നതാണ് എല്ലാം എന്നുള്ള ബോധ്യത്തോടു കൂടെ നമ്മുടെ ജീവിതത്തിലുള്ള സന്തോഷങ്ങളെയും സഹനങ്ങളെയും ഒക്കെ സന്തോഷത്തോടു കൂടെ സ്വീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ കുരിശിനോടുകൂടെ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ സഹനങ്ങളെ നമുക്ക് പുണ്യങ്ങളാക്കി മാറ്റാം. അങ്ങനെ ഇടുങ്ങിയ വഴിയിലൂടെ ദൈവത്തിനോടൊപ്പം യാത്ര ചെയ്യുന്നവരായി തീരുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. തമ്പുരാൻ നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. ആമേൻ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. എൽഡ്രോയ് വിഷൻ,
uae@gmail.com. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം, അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം.